കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാന പ്രചാരണായുധങ്ങൾ CPIM BJPയുടെ ബി ടീമാണെന്നതും ഒപ്പം തന്നെ കോടതികൾ പോലും തള്ളിയ അഴിമതി ആരോപണങ്ങളുമാണെന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala. കഴിഞ്ഞ കുറെ കാലമായി BJPക്കെതിരായി നിൽക്കുന്ന പാർട്ടികൾക്കെതിരെ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണിത്. കോൺഗ്രസ് നടത്തുന്ന ഇത്തരം കുപ്രചാരണങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താവ് BJP ആണ് എന്നതാണ് വസ്തുത. ബലത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ BJPയുടെ ബി ടീം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഡൽഹിയിൽ, ബംഗാളിൽ, ഗോവയിൽ എന്ന് തുടങ്ങി ഇപ്പോൾ കേരളത്തിലും കോൺഗ്രസ് അതേ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അവ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. എന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടി മറ്റൊരു പ്രതിപക്ഷ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ ഒടുവിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെ സഹായിക്കുന്ന അവസ്ഥ വന്നാലോ? അതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ പലതവണ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 27-ന് ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കോടതി വെറുതെ വിട്ടു. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. केजरीवाल हो रहा है यार, तू कहां मत भाई. പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പല കോൺഗ്രസുകാർ പോലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതും കണ്ടു. എന്നാൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ഇത്തരമൊരു തിരക്കഥ എഴുതിയത് കോൺഗ്രസ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ആരോപണത്തിന്റെയും അന്വേഷണത്തിന്റെയും പിന്നിലെ രാഷ്ട്രീയ അജണ്ട വെളിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു കോടതി വിധി. 2021-22 ഡൽഹി മദ്യനയത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നും ആദ്യം ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കാം. 2022 മധ്യത്തിൽ മദ്യവിൽപ്പന സ്വകാര്യവൽക്കരിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി ആം ആദ്മി സർക്കാർ വലിയൊരു മദ്യനയം കൊണ്ടുവന്നു. ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി കോൺഗ്രസ് ഇത് ഏറ്റെടുത്തു. ആം ആദ്മി പാർട്ടി തങ്ങൾക്ക് താൽപര്യമുള്ളവരെ വഴിവിട്ട് സഹായിക്കുന്നുവെന്നും ഏകദേശം 1400 കോടി രൂപയുടെ ലാഭം ചില മദ്യലോബികൾക്ക് ഉണ്ടാക്കിക്കൊടുത്തുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. വാർത്താ സമ്മേളനങ്ങളും MLA-മാരുടെ ഓഡിയോ ക്ലിപ്പുകളുമൊക്കെയായി ഈ സംഗതി കൊഴുത്തു. സ്വാഭാവികമായും ഇതിനെ BJP സുവർണാവസരമായി കണ്ടു. അവർ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും നേതാക്കളുടെ അറസ്റ്റുകളിലേക്ക് കടക്കുകയും ചെയ്തു. 2023 ഫെബ്രുവരിയിൽ മനീഷ് സിസോഡിയെയും 2024 മാർച്ചിൽ കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു. ഇതൊരു വലിയ അഴിമതിയാണെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും നിരന്തരം ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചു. അഴിമതി വിരുദ്ധ ക്യാമ്പയിനിൽ നിന്ന് രൂപം കൊള്ളുകയും അഴിമതി വിരുദ്ധ നടപടികളുടെ പേരിൽ തുടർച്ചയായി 3 തവണ വിജയിക്കുകയും ചെയ്ത കെജ്രിവാളിനെ ഈ ആരോപണങ്ങൾ സാരമായി ബാധിച്ചു. അഴിമതി വിരുദ്ധ ഭരണം എന്ന ഒറ്റ മുദ്രാവാക്യത്തിന്റെ പേരിൽ ആം ആദ്മിക്ക് വോട്ട് നൽകിയിരുന്ന അർബൻ മിഡിൽ ക്ലാസ് നേരെ തിരിഞ്ഞു. ഇവരുടെ വോട്ട് കൂട്ടത്തോടെ BJPക്ക് പോയി. അങ്ങനെ 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിൽ അധികാരം പിടിച്ചെടുത്തു. 70-ൽ 48 സീറ്റുകൾ അവർ നേടിയപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത് 22 സീറ്റുകൾ മാത്രം. കോൺഗ്രസ് പരോക്ഷമായി BJPയെ സഹായിക്കുകയാണെന്ന് ആം ആദ്മി നേതാക്കൾ ആരോപിച്ചു. ആം ആദ്മിയുമായുള്ള കോൺഗ്രസിന്റെ പോര് BJPക്ക് അധികാരം തളികയിൽ വെച്ച് നീട്ടിയതിന് തുല്യമാണെന്ന് ശിവസേനയുടെ മുഖപത്രമായ സാമ്ന എഴുതി. ഒടുവിൽ ഇപ്പോൾ 2026-ൽ കോടതി എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. പ്രതിച്ഛായ കേൾക്കേണ്ടി വന്ന കോട്ടം സംഭവിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആദ്യം തൊടുത്തുവിട്ട അഴിമതി ആരോപണങ്ങൾ BJPയുടെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ആയുധമായി മാറി. അവർ ആ ആയുധം ഉപയോഗിച്ച് തന്നെ ഡൽഹി പിടിക്കുകയും ചെയ്തു. हमारे ऊपर कीचड़ फेंका गया. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. ഇനി ബംഗാളിലെ കാര്യങ്ങൾ നോക്കാം. മമതാ ബാനർജിയുടെ പേര് കേൾക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്കൊക്കെ വലിയ ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. SIR-നെതിരെയൊക്കെ മമതാ ബാനർജി കോടതിയിൽ പോയതിനെയൊക്കെ വലിയ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിച്ചത്. എന്നാൽ ബംഗാളിലെ കോൺഗ്രസിൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. അധീർ രഞ്ജൻ ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ബംഗാൾ കോൺഗ്രസ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ നിരന്തരം അഴിമതി ആരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, കന്നുകാലിക്കടത്ത്, സ്കൂൾ നിയമന അഴിമതി തുടങ്ങി സകല മേഖലകളിലും അവർ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചു.
ഇതിൽ ചില കേസുകളിൽ പിന്നീട് ED അന്വേഷണം വരികയും ആരോപണം നേരിട്ട പല തൃണമൂൽ നേതാക്കളും BJPയിൽ പോയി ചേരുകയും വരെ ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാം. BJPക്കെതിരെ തൃണമൂലുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. പകരം ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. BJPക്കെതിരെ പ്രചാരണം നടത്തുന്നതിന് പകരം മമതയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയം മുഴുവൻ ഉപയോഗിച്ചത്. ഇത് BJPയെ നല്ല രീതിയിൽ സഹായിച്ചു. ചൗധരിയുടെ കള്ളന്മാരുടെ ഗുഹ എന്ന പ്രയോഗം BJPയുടെ തൃണമൂൽ ദുർഭരണം എന്ന ക്യാമ്പയിന് കരുത്തു പകർന്നു. 2016 സീറ്റൊന്നുമില്ലാതിരുന്ന BJP 2021 77 സീറ്റുകൾ നേടി ഔദ്യോഗിക പ്രതിപക്ഷമായി വളർന്നു. തൃണമൂൽ 213 സീറ്റുകൾ നേടി ജയിച്ചു. എന്നാൽ 147 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, വോട്ട് വിഹിതം വെറും 2.9% ചുരുങ്ങുകയും ചെയ്തു. ചെറിയ ശതമാനമാണെങ്കിലും തൃണമൂൽ വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിച്ചത് BJPക്ക് ഗുണകരമായി. കോൺഗ്രസ് BJPയുടെ ചട്ടുകമായി മാറുകയാണെന്ന് മമത തന്നെ പറയുകയുണ്ടായി. 2021 ഈ ഭിന്നിപ്പിൽ നിന്നാണ് 2024 ലോക്സഭയിൽ BJP ബംഗാളിൽ 18 സീറ്റുകൾ നേടിയത്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ മമത ഇപ്പോഴും വലിയ ആവേശമുണ്ടാക്കുന്ന നേതാവ് തന്നെയാണ് എന്നത് വലിയ തമാശയാണ്. ഇനി ഗോവയിലേക്ക് വരാം. മലയാളം മാധ്യമങ്ങളൊന്നും അത്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു സമീപകാല സംഭവമാണ് ഗോവയിലേത്. ഇക്കഴിഞ്ഞ 2025 ഡിസംബറിലെ ഗോവ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് രംഗം. ആം ആദ്മി പാർട്ടി ഗോവയിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന സമയമായിരുന്നു അത്. കോൺഗ്രസ് തങ്ങളുടെ പ്രധാന എതിരാളികളായി കണ്ടത് BJP ആയിരുന്നില്ല, പകരം ആം ആദ്മിയായിരുന്നു. ആം ആദ്മി പാർട്ടി BJPയുടെ B ടീമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ ഗ്രാമീണ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ BJPയിൽ നിന്ന് പണം വാങ്ങിയവരാണ് ആം ആദ്മിക്കാർ എന്ന് വരെ കോൺഗ്രസ് ആരോപിച്ചു. ഡൽഹിയിൽ നടന്നതുപോലെ തന്നെ കോൺഗ്രസിന്റെ കളികൾ BJPക്ക് ഉപകാരപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ വിജയമുണ്ടായി. 50-ൽ 29 സീറ്റുകൾ BJPയും സഖ്യവും നേടി. കോൺഗ്രസിന് ലഭിച്ചത് 10 സീറ്റുകൾ മാത്രമായിരുന്നു. ഇതേ ഗെയിമാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഒരു ആരോപണമോ പ്രക്ഷോഭമോ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷമായ BJPക്ക് സാധിച്ചിട്ടില്ല. പിണറായിയെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala. ഇടയ്ക്കിടയ്ക്ക് EDയോ മറ്റ് ഏജൻസികളോ CPM നേതാക്കൾക്കെതിരെ അയക്കുന്ന നോട്ടീസുകളൊക്കെ കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ CPM സമം BJP, CJP എന്നൊക്കെയുള്ള ക്യാമ്പയിന് രാഹുൽ ഗാന്ധി തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. In Kerala, it is not the CPM and the BJP. It is the CJP. Everybody knows that they are partners and everybody knows that they are working together in Kerala to defeat the UDF. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ BJP ജയിച്ചപ്പോൾ ആരുടെ വോട്ടുകളാണ് കുറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ആരൊക്കെയാണ് സഖ്യമുണ്ടാക്കിയത് എന്നതൊന്നും പരിശോധിക്കേണ്ടെന്നും CJP ക്യാമ്പയിൻ നടത്തിയാൽ മതിയെന്നുമാണ് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത്. ഡൽഹിയിലായാലും ബംഗാളിലായാലും ഗോവയിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നത് BJPയെ പരാജയപ്പെടുത്തുക എന്നതിനല്ല, മറിച്ച് BJP വിരുദ്ധ പാർട്ടികൾക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ക്യാമ്പയിനുകൾ BJPയെ തന്നെയാണ് സഹായിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ ശരിയായാലും അല്ലെങ്കിലും അത് BJP വിരുദ്ധ ചേരിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ആരോപണങ്ങൾ കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അതുമില്ല. BJP വിരുദ്ധ സഖ്യമുണ്ടാക്കി മത്സരിക്കുന്ന ഇടങ്ങളാണെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണം താനും. സഖ്യകക്ഷികളുടെ കൂടി BJP വിരുദ്ധ വോട്ടിൽ ജയിക്കുന്ന കോൺഗ്രസ് MLAമാരൊക്കെ അടുത്ത സെക്കൻഡിൽ തന്നെ BJPയിലേക്ക് പോവുകയും ചെയ്യും. വസ്തുതകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ BJPയുടെ B ടീമാരാണ്. അത് കോൺഗ്രസ് തന്നെയാണ്. BJPക്കെതിരായി യാതൊരു പ്രവർത്തനവും കോൺഗ്രസ് നടത്തുന്നില്ല. രാഹുൽ ഗാന്ധി വലിയ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി ആരോപണങ്ങൾ എന്തായി? അതിലെന്ത് തുടർ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? തുടർ പ്രക്ഷോഭങ്ങളോ നിയമ നടപടികളോ പോലും കോൺഗ്രസ് സ്വീകരിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനങ്ങൾക്കും നേതാക്കളുടെ 1-2 ട്വീറ്റുകൾക്കും അപ്പുറത്ത് ഒന്നും ഉണ്ടായില്ല. BJPക്കെതിരായി കോൺഗ്രസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, BJP വിരുദ്ധ ചേരിയെ തകർക്കാൻ നിരന്തരം ശ്രമം നടത്തുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ജയിക്കാൻ ഉതകുന്ന തരത്തിൽ BJP വിരുദ്ധർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അഥവാ എല്ലാവരും ചേർന്ന് കോൺഗ്രസ്സുകാരെ ജയിച്ചാലോ അവർ നേരെ ചെന്ന് BJPയിൽ ചേരുന്നു. ഇന്ത്യയിൽ BJPയുടെ B ടീമും C ടീമും ജൂനിയർ ടീമും എല്ലാം കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസ് മാത്രമാണ്. അതാണ് വസ്തുത.